യുവതികൾ മഹലുകൾ പാണക്കാട് ചെയ്ത് സ്വാധീനിച്ചാക്കുന്ന മഹാനഗരങ്ങളെ ആദ്യമായി വൈകിട്ട് ജീവിതത്തോടനുബന്ധിച്ചുള്ള ഹല്ലുള്ളപ്പതിൻ്റെ ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ വീട്ടിൽപ്പെടുത്തി പറയുന്നില്ല. ആയിരക്കവും ശ്രീപത്രിമാൻ ബാബുക്കിനങ്ങളുടെ കുടുംബം യമനിലുള്ളതാണ്. പാണക്കാട് PMS പൂക്കഴത്തിൻ്റെ കുടുംബം മലനിലുള്ളതാണ്. അതുപോലെ വടക്കൻ വെള്ളംപോയത്തങ്ങളുടെ കുടുംബം യമനിലുള്ളതാണ്. ക്ഷേത്രശംസകളുമായി തങ്ങളുടെ കുടുംബം യമനിലുള്ളതാണ്. ഇവർക്ക് യമനിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. എന്താണ് അതിൻ്റെ കാരണം? നമ്മളെ നേരായ വഴിയിലൂടെ കൊണ്ടുപോയി സ്വർഗത്തിലെത്തിക്കുക. അതിനുവേണ്ടി അനുഭവമാണ്. അവർ നമുക്ക് വെട്ടിത്തെളിച്ചൊരു വഴി, ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. എന്നാൽ നമ്മൾ രക്ഷപ്പെടും. ആ വഴി കൂട്ടായ്മയുടെ വഴിയാണ്, പരസ്പര യോജിപ്പിന്റെ വഴിയാണ്, ഐക്യത്തിന്റെ വഴിയാണ്. ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ച് പരിശുദ്ധ അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിൽ മുമ്പോട്ട് പോയാൽ നമ്മൾ വിജയിക്കും. അല്ലാഹു നമ്മെ വിജയിക്കുമാറാണ്. ഈ ഓരോ മഹാരഥന്മാരെയും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അവരുടെ ചരിത്രം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൽ ഉമറാക്കളുണ്ട്, ഉലമാക്കളുണ്ട്. ലോക പ്രശസ്തരായ ഉലമാക്കളുണ്ട്, അങ്ങനെ തന്നെയുള്ള ഉമറാക്കളുണ്ട്. അവർ പരസ്പരം യോജിച്ച് നിന്നപ്പോൾ ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് സമസ്ത. സമസ്തയുടെ ജീവിതത്തിലുള്ള എന്തൊക്കെ പറഞ്ഞാൽ മുസ്ലിംകൾ മാത്രമാണ് ഏർപ്പാടല്ല. അതിന്റെ പ്രമുഖൻ അടിച്ച ഈ ഉമറാവിന്റെ പിന്തുണത്തിലൂടെയാണ്. അപ്പൊ ഞാൻ പറയുമ്പോൾ അതിൽ ഉലമാക്കളും ഉമറാക്കളും ഒന്നിച്ച് നിന്നുണ്ടാക്കി ഈ അത്ഭുതങ്ങളിൽ പെട്ടതാണ് നമ്മുടെ എല്ലാ ചൈതന്യവും. കേരളീയ മുസ്ലിമുകൾ നിങ്ങൾക്ക് വേണ്ടി മുന്നേറ്റാൻ പറ്റുന്നു. അത് വളരെ വ്യക്തമാണ്. ഒന്ന്, സമസ്ത എന്ന ജമിയത്തുലമയാണ്. മറ്റൊന്ന് ഇന്ത്യൻ ലീഗ് മുസ്ലിം ലീഗാണ്. മറ്റൊന്ന് പാണക്കാട് സഹോദരികളാണ്. മഹാനായ ഉദ്ദേശിച്ചാൽ പറയാറുണ്ട്, ഇത് മൂന്നും ഈ ഭക്ഷണം ഉണ്ടാക്കാൻ നടക്കുന്ന അടുപ്പ് പോലെയാണ്. മൂന്ന് കല്ലുകളാണ്, അടുപ്പ് കല്ലുകൾ. സമസ്തയും മുസ്ലിം ലീഗും പാണക്കാട് സഹോദരങ്ങളും. അങ്ങനെയാണ് നമ്മൾ കാലത്ത് മുമ്പോട്ട് പോയത്. സമസ്തക്ക് ഭീഷണി വരുന്ന ഘട്ടങ്ങളിലെല്ലാം സമസ്തയെ അതിശക്തമായി സമസ്തയുടെ എതിരാളികളെ പ്രതിരോധിച്ചത് പാണക്കാട് കുടുംബമാണ്. അത് മുമ്പ് നമുക്കറിയാം. പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബിന്റെ നമുക്കറിയാം. നമുക്കറിയാവുന്ന ഒരു പ്രസിദ്ധിയായിരുന്നു ബഹുമാനീയ AP അബൂബക്കർ മുസാഹിബിന്റെ നേതൃത്വത്തിലുണ്ടായ പ്രസിദ്ധി. അന്ന് വളരെ ശാസ്ത്രീയമായാണ് അദ്ദേഹം സമസ്തയെ പുറത്താൻ തീരുമാനിച്ചത്. വളരെ ശാസ്ത്രീയമാണ്. അയാൾ സംഘടനാ രംഗത്ത് നല്ല കഴിവുകളാണ്. അധിക സമസ്തയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ സോവിയർ ഉണ്ടാക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയോട് സമസ്തയുടെ മിനിസിന്റെ മുഴുവൻ കോപ്പിയും ഫോട്ടോസ്റ്റാറ്റുകളും സൂക്ഷിച്ചിരിക്കുന്നു മുഹമ്മദ് അലി. കാരണം സമസ്തയുടെ അതുവരെയുള്ള കാലഘട്ടത്തിലെ ഈ വർഷം തോറും പുതുക്കുക, പ്രദർശന മാറ്റുക, ജനറൽ കൃത്യമായി ചെയ്യുക, അങ്ങനെയുള്ള നടപടികൾ സമസ്തയുടെ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല. ആ ന്യൂനതകളെല്ലാം വെച്ചുകൊണ്ട് സമസ്തയെ കോടതി കക്ഷിക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റ് മുഴുവൻ സൂക്ഷിച്ചത്. അങ്ങനെ വളരെ ശാസ്ത്രീയമായ പദ്ധതി പറഞ്ഞാൽ എല്ലാ മോശമായ നിലകളും അവരുടെ നേതൃത്വത്തിലേക്ക് വന്നു. എല്ലാ പ്രസിദ്ധീകരണങ്ങളും അവരുടെ നേതൃത്വത്തിലേക്ക് വന്നു. അങ്ങനെ വരുത്തി എല്ലാ പ്രഭാഷകന്മാരെയും അവർ കയ്യിലുണ്ട്.
തീരുമാനിച്ചു. അങ്ങനെ എല്ലാവർക്കും സമ്മേളനം പ്രഖ്യാപിച്ചു. നാട്ടികം സ്ഥാനം മറ്റൊരു സമ്മേളനം തൃശ്ശൂരിൽ പ്രഖ്യാപിച്ചു. സമസ്ത ഇടപെട്ടുകൊണ്ട് പറഞ്ഞു രണ്ട് സമ്മേളനം തൽക്കാലം മാറ്റി വെക്കണം. നാട്ടിക അനുസരിച്ചു, ബഹുമാനെ നാട്ടിക അനുസരിച്ചില്ല. ആ സമ്മേളനം നടത്തുമെന്ന് ഉറപ്പായി, അത് വമ്പിച്ച വിജയമാക്കി മാറ്റുമെന്നും ഉറപ്പായി. ആ സമ്മേളനം വിജയിച്ചാൽ പിന്നെ നമ്മുടെ സമ്മേളനം നമ്മുടെ സമസ്ത ക്ഷീണിച്ചു പോകും എന്ന് നമുക്ക് ബോധ്യമായി. അന്ന് ഞങ്ങൾ കുറച്ച് ആളുകൾ, അതിൽ മൈനാറ്റിയുണ്ട്, മരിച്ചുപോയ മുഹമ്മദ് ഫൈസിയുണ്ട്, ചുരുക്കാട് മുഹമ്മദ് ഫൈസി, ഞാനുണ്ട്. ഞങ്ങൾ ഈ രണ്ടു കൂടികളല്ല, നമ്മുടെ ലീഗും സമസ്തയ്ക്ക് മൂന്ന് ആൾക്കാരാണ്. ഞങ്ങൾ ശംസുകൾ മാത്രമേ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് വലിയ മുസീബത്താണ്. ആ സമ്മേളനം വിജയിച്ചാൽ നമ്മുടെ സമസ്ത ക്ഷീണിച്ചു പോകും. ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു, പാലക്കാട് തങ്ങളിൽ വിളിക്കണം. തങ്ങൾ അപ്പം തന്നെ ശംസുകൾ മാത്രമേ പാലക്കാട് തങ്ങളെ വിളിച്ചു. ആ സമ്മേളനം വിജയിക്കുമെന്നാണ് കുട്ടികൾ പറയുന്നത്. അത് വിജയിച്ചാൽ നമുക്ക് ഒരു ക്ഷീണമാണ്. അതുകൊണ്ട് തങ്ങൾ ഇടപെടണം. സമസ്തയുടെ ക്ഷീണം വരുന്ന സമയത്ത് തങ്ങളുടെ വാപ്പമാരെ പരിപാടി കൊണ്ടുപോകും. തങ്ങളും ഇടപെടണം. നേതാവൊക്കെ തങ്ങൾക്കനുസരിച്ച് സമസ്തത്തിന് വേണ്ടി എന്നിട്ട് തങ്ങൾ പത്രക്കാരെ വിളിച്ച് പറയാണ്, ആ സമ്മേളനം ബഹിഷ്കരിക്കണം, എറണാകുളം സമ്മേളനം ബഹിഷ്കരിക്കണം. തങ്ങളുടെ പാർട്ടിയിൽ സത്യത്തിൽ ചില ആളുകൾക്ക് മുഖമുണ്ടായിരുന്നു. തങ്ങളെടുത്താണ് സമ്മേളനം ബഹിഷ്കരിക്കാൻ പറഞ്ഞത്. ഒരു അന്തർദേശീയ പ്രാധാന്യമുള്ള നേതാവില്ല. ആ നേതാവ് സമ്മേളനം ബഹിഷ്കരിക്കുന്നതെന്ന് പറയണം. ഇത്ര ചെറുതാവണം. സമസ്തയ്ക്ക് വേണ്ടി തങ്ങൾ ചെറുതാവാൻ തീരുമാനിച്ചു. സമസ്തയ്ക്ക് വേണ്ടി ആ സമ്മേളനം പരാജയപ്പെട്ടു. അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിച്ചു. ആ സമ്മേളനം പരാജയപ്പെടുത്തിയത് പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ്. ഒറ്റ സ്റ്റേറ്റ്മെന്റ് അത് ബഹിഷ്കരിക്കണം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ തങ്ങളോടുള്ള കടപ്പാട് സമസ്തയെ സ്നേഹിക്കുന്നവരുടെ മനസ്സിൽ നിന്നും മാറിപ്പോകില്ല എന്നതാണ് വസ്തുത. നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ കാലഘട്ടനായി സമസ്തയെ പ്രതിസന്ധിയിൽ കാത്തു സൂക്ഷിച്ച അതിന്റെ പ്രധാനമായ നേതാവാണ് പാലക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. തങ്ങളില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ജനങ്ങളുടെ ഇതിട്ട് നമുക്ക് പറയാൻ പറയും. പാലക്കാട് തന്നെ തിരിയാത്തവരേക്ക് പറയുന്നുണ്ട്. ഒരാൾ പറഞ്ഞു ഏതോ തന്നെ അവർക്ക് ഇരിക്കുന്ന മുസാഫിന്റെ കസേര വെച്ച് കൊടുത്തത് പാലക്കാട് കുടുംബമാണ് എന്ന് മറന്നു പോകരുത്. പാലക്കാട് കുടുംബത്തിന്റെ ആ പങ്ക് ഇവർ ചെറുതായിട്ടായിരുന്നു. ശംസുകളുടെ നിർദ്ദേശമനുസരിച്ച് പാലക്കാട് പറഞ്ഞപ്പോൾ ആ സമ്മേളനം പരാജയപ്പെട്ടു. നമ്മൾ വിജയം കഴിച്ചു. നല്ലൊരു എതിർപ്പുശാലി എൻ്റെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു. നിങ്ങൾക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായി. അദ്ദേഹം കേരള ശബ്ദത്തിന്റെ നടത്തിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട്, മുസ്ലിം ലീഗ് എന്തിനാണ് ഞങ്ങളുടെ സമ്മേളനം പരാജയപ്പെടുത്താൻ പോകുന്നത്? ഞങ്ങൾക്ക് അതാണ് ലീഗിനോട് വിരോധം. ആ കേരള ശബ്ദം ഞാൻ ഇപ്പോഴും സൂചിച്ചിട്ടുണ്ട്. എനിക്ക് പറയുന്നത് ഞങ്ങൾക്ക് ലീഗിനോട് വിരോധം അത് മാത്രമാണ്. ഞങ്ങളുടെ സമ്മേളനം പരാജയപ്പെടുത്താൻ പാലക്കാട് ഞങ്ങളുടെ കൂട്ടി ഞങ്ങളെന്താ ലീഗിനെ ചെയ്തത്? സമസ്തയെ രക്ഷപ്പെടുത്താൻ പാലക്കാട് കുടുംബം വലിയ പങ്കുവച്ചിട്ടുണ്ട്. സമസ്തയ്ക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന ചില ആളുകൾക്ക് സംശയം. പാലക്കാട് തങ്ങളോട് ക്ഷേത്രം പറഞ്ഞു, ഇമ്പിച്ചു വാദങ്ങളോട് പറഞ്ഞില്ല, ടിക്ക് അവസരങ്ങളോട് പറഞ്ഞില്ല, ആര്യാട് മോഹനോട് പറഞ്ഞില്ല. വേറൊറ്റ നേതാക്കന്മാരുടെ ആരോട് പറഞ്ഞു? ഒരൊറ്റ നേതാവിനോട് മാത്രമേ പറഞ്ഞു. വേറെ ആരോടും പറഞ്ഞില്ല. എല്ലാ പാർട്ടിയും ഒരുപോലെയാണെങ്കിൽ ഈ ജീവിച്ചിരിക്കുന്ന എല്ലാ നേതാക്കളോടും പറയില്ലേ, കോൺഗ്രസിലാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണോ? മുസ്ലിം ലീഗിന്
സമസ്തയുമായി ബന്ധമുണ്ട്, സമസ്തയ്ക്ക് ലീഗുമായും ബന്ധമുണ്ട്. അതാർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെയാണ് എനിക്കൊരു സംശയവും. സിറിയയെ പറ്റി പഴയ കാലത്ത് സമസ്തയെ പറ്റി പറഞ്ഞത് അങ്ങനെയാണ്. ലീഗിന്റെ ആലയം കിട്ടും അല്ലേ? അത് ധാരണ സമസ്തയെ ലീഗിന്റെ ആലയം കിട്ടുന്നു എന്നായിരുന്നു പഴയകാലത്ത് ആരംഭം. അടിസ്ഥാനപരമായി ഞാൻ പറയട്ടെ, സമസ്തയ്ക്ക് രാഷ്ട്രീയമില്ല, എന്നാൽ ഒരു രാഷ്ട്രീയമുണ്ട്. മഹാരാഷ്ട്രമായി തങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. 89 ജനുവരി 21 പത്രങ്ങളിൽ ഷേഖിന്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മുസ്ലിംകൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ലോക പണ്ഡിതന്മാർ ഒറ്റപ്പെട്ടാൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളതാണ്. ചിലർ മുസ്ലിമിന്റെ കമ്മ്യൂണിസ്റ്റ് ആവാമെന്ന് പത്ര നൽകാൻ ആരംഭിച്ചിരിക്കുന്നു. അത് അങ്ങേയറ്റം അപലപനീയമാണ്. ഒരു മതസംഘടനയുടെ ആളുകളെ മതവിരുദ്ധ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നത് നോക്കി നിൽക്കാനാവില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാവണമെന്നോ ആവരുതെന്നോ സമസ്ത കൽപ്പിക്കുന്നില്ല. ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കാമെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ ഒഴിവാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിൽ ഒഴിവാണ്. മുസ്ലിംകൾക്ക് യാതൊരു നിലക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നത് ഷേഖുമായി തങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അതിനു മുമ്പ് പുതുപുത്തമാൻ വരക്കൽ നമ്പൂർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മുസ്ലിയാക്ക് രീതിയിൽ കത്ത് നമ്മുടെ പൂക്കോട്ടൂർ സാധാരണ പ്രസംഗത്തിൽ പറയാറുണ്ട്. പഴയകാലം ഇപ്പൊ അത് പുതിയ പ്രസക്തി വന്നിരിക്കുന്നു. ആ കത്തിൽ പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കെട്ടുകെട്ടു. ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടീഷുകാരൻ നാടുവിടേണ്ടി വരും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. പക്ഷേ ഞാൻ ഭയപ്പെടുന്നത് തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ നൽകാറ്. അതുകൊണ്ട് ആ നിരീശ്വര പ്രസ്ഥാനത്തിന്റെ വളർച്ചയെക്കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കാൻ ജുമാഅത്ത് പള്ളിയുടെ മെഹ്റാബിൽ എഴുതി വെക്കണം. നമ്മുടെ പറയാണ് ഒട്ടമുസ്ലിം മഹാനായ വലിയാണ്. നമ്മുടെ കുടുംബസമാനാണ്. തന്റെ ശിഷ്യനോട് തന്റെ മുരീദിനോട് പറയാണ് പള്ളിയുടെ മെഹ്റാബിൽ, ജുമാഅത്ത് പള്ളിയുടെ മെഹ്റാബിൽ എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ ഇവരുടെ വിലകളൊക്കെ വരെ സാധിക്കുന്നതിന്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ന്യായീകരിക്കുന്ന വിലയാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ന്യായീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ചില പണ്ഡിത കോലങ്ങൾ. പഴയ കമ്മ്യൂണിസവും ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റും വ്യത്യസ്തമാണെന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്നായി എന്ന് പറയുന്നത് നമ്മളാരുമല്ല, മുസ്ലിം ലീഗല്ല, കോൺഗ്രസ് അല്ല, UDF അല്ല, സമസ്തയല്ല, ജമിയത്തുൽ ഉലമയുമല്ല. ആരാ പറയേണ്ടത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം പറയാം ഞങ്ങൾ നന്നായി. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വയം നന്നായി എന്ന് പറഞ്ഞിട്ടില്ല. കടുത്ത മതവിരുദ്ധരാണ്, നിരീശ്വരവാദികളാണ്, മതവിനാശവാദികളാണ്, യുക്തിവാദികളാണ്, ദൈവനിഷേധികളാണ്, അവിനാശിതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം. അതാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും മാറ്റം പോകുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുകയില്ല. ഇത് നമ്മളാണ് പോയി പറയുന്നത്. എന്തിനാണ് ഈ വിരോധം? അന്ധമായ രാഷ്ട്രീയ ബുദ്ധി എന്തിനാണത്? എന്താണ് കുറച്ചു കാലത്ത് ആരംഭിച്ച് കുറച്ചു കാലമായി ആരംഭിച്ച അനധികൃതമായ ഒരു പ്രവണതയാണത്. അന്ധമായ ലീഗ് വിരുദ്ധ രാഷ്ട്രീയം. കുറച്ച് അടുത്ത മാസം തന്നെ കിട്ടും, വർഷങ്ങൾക്ക് മുമ്പ് കണ്ടു, വർഷങ്ങൾ കണ്ടു. ഒരു ഉദാഹരണം ഞാൻ പറയാം. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കോൺഗ്രസ് ആദ്യമായി. അപ്പോൾ ഒരു പ്രസ്താവന സമസ്തയുടെ പേരിൽ എന്താണ്?
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിമില്ല. അതുകൊണ്ട് വയനാട്ടിൽ മുസ്ലിം നൽകണം. രാഹുൽ ഗാന്ധിയെ കെട്ടിക്കൊട്ടിക്കും. സമസ്ത നേതാക്കൾ സ്ഥാപിച്ചു. ഇന്ത്യയിലെ ഏത് മണ്ഡലം ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥികളുടെ രാജ്യമാണ് അയാളെ കെട്ടിക്കൊട്ടിക്കും. സമസ്തന്റെ പേര് ഈ ആന മണ്ഡലത്തിൽ ഇതൊരു ആന മണ്ഡലത്തിലാണ്. അത് സമസ്തന്റെ പേര് പറയണം. അവനവന്റെ പേര് പറഞ്ഞോളൂ. ഈ പറഞ്ഞ ആളുകൾക്ക് അവരുടെ പേര് വെച്ച് പറയാനോ? അത് പറഞ്ഞാൽ ശക്തി പോലെങ്കിൽ അവരുടെ വാപ്പാന്റെ പേര് കൊടുക്കുമ്പോൾ സമസ്ത അങ്ങോട്ട് മനുഷ്യർക്കല്ല. സമസ്ത നമ്മുടേതാണ്, ഞങ്ങളുടേതാണ്. ഞങ്ങൾക്കും അപമാനമാണ് ഈ മാതിരി വീട്ടിൽ വിളിച്ചതല്ല. ദാവത്ത് അവന്റെ കെട്ടിവെട്ടി എത്ര ലക്ഷത്തിനാണ് കെട്ടിവെട്ടിച്ചത് നമുക്കറിയാം. ദാവത്താണ് ഒന്നാമതും വന്നു, രണ്ടാമതും വന്നു, പിന്നെ കണ്ടിരുന്നു. ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് സമസ്തയുടെ പേരിൽ ഈ കോലക്കെട്ട്? എന്തിനാണ് ഈ കോലക്കെട്ട്? സുപ്രഭാതത്തിന്റെ ക്യാമ്പയിൻ ആരംഭിച്ചു. നമ്മളിവിടെ 10 ആൾ ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ ഒരിടത്ത് ഞാൻ ക്യാമ്പയിൻ പോയി. ഒരു പ്രസംഗമാണ് 9 വർഷം കൊണ്ട് 90 വർഷമുള്ള പത്രത്തെ ഞങ്ങൾ കവച്ചിട്ടിരിക്കുന്നു. ചന്ദ്രൻ എന്ന് പറയണം. ഇത് പറഞ്ഞാൽ മതി. എന്തിനാണ് ചന്ദ്രയെ കാണിച്ചു കാണിക്കുന്നത്? ചന്ദ്രൻ എന്താണെന്ന് മനസ്സിലായ കേരളീയ മുസ്ലിങ്ങളുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ചന്ദ്രൻ ആരംഭിക്കുന്നതിന് മുമ്പ് മുസ്ലിം ലീഗിന്റെ മാധ്യമം അറബി ഭാഷ, അറബി മലയാളമാണ്. വായിക്കുന്നത് അറബി മലയാളം, എഴുതുന്നത് അറബി മലയാളം, മലയാളം അറിയില്ല. അവിടെയാണ് ചന്ദ്രിക കോഴിക്കോട് തലശ്ശേരിയിൽ വെച്ച് ആരംഭിക്കുന്നത്. നമ്മുടെ പ്രത്യേകിച്ച് മഹാനായ കെ മുസ്ലിം സാഹിബിന്റെ നേതൃത്വത്തിൽ. ഞാൻ ചോദിക്കുന്നു, ഇതൊരു അത്ഭുതമാണ്. മലയാളം അറിയുമ്പോൾ മലയാളം 1-2 ആളുകൾക്ക് അല്പം മലയാളം മനസ്സിലാവും. അതിങ്ങനെ വായിക്കും മറ്റുള്ളവർക്ക്. അപ്പൊ ആളുകൾക്ക് വായിക്കാൻ താല്പര്യമുണ്ടായി. വായിച്ചു പഠിച്ചു, എഴുതി പഠിച്ചു, മലയാളം പഠിപ്പിച്ച മക്കളാണ്. മാത്രമല്ല, ഈ 90 വർഷക്കാലത്ത് കേരളത്തിലെ മുസ്ലിംകളുടെ മുഴുവൻ ക്ഷേത്രങ്ങൾക്കും ചാലക ശക്തിയായ പത്രം ചന്ദ്രികയാണ്. ആർക്കും നിഷേധിക്കാൻ കഴിയും? ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് നിഷേധിക്കാൻ കഴിയും? ചന്ദ്രികയുടെ പങ്ക് കേരള മുസ്ലിംകളുടെ വളർച്ചയിൽ, ധാരണയുടെ വളർച്ചയിൽ, വിദ്യാഭ്യാസ പുരോഗതിയുടെ വളർച്ചയിൽ, ജീവകാരുണ്യ രംഗത്തുള്ള മുന്നേറ്റത്തിന്റെ വളർച്ചയിൽ, രാഷ്ട്രീയ രംഗത്തുള്ള വളർച്ചയിൽ, എല്ലാത്തിന്റെയും മുന്നിൽ ചന്ദ്രിക വഹിച്ചതാണ്. തീവ്രവാദ ശക്തികൾ കടന്നു വന്നപ്പോൾ അതിനെ ചെറുതോപ്പിക്കുന്ന കാര്യത്തിലും ചന്ദ്രിക വഹിച്ചപ്പോൾ ജ്വലിച്ചു നിൽക്കുന്ന രാഷ്ട്രസ്നേഹം സമൂഹത്തിൽ പകരുന്ന കാര്യത്തിൽ ചന്ദ്രിക വഹിച്ചപ്പോൾ ക്ഷേധിക്കാൻ കഴിയും. ഞാൻ ഏറ്റവും ചുരുക്കി പറയട്ടെ, ഈ 90 വയസ്സുള്ള പത്രത്തെ കവച്ചു വെച്ചു എന്ന് പറയുന്നവന് പോലും നിവർന്നു നിൽക്കാൻ നട്ടല് നൽകിയ പ്രസ്ഥാനം ചന്ദ്രിക പത്രമാണ്. ഈ 9 വർഷങ്ങൾക്ക് മുമ്പ് ആ പത്രത്തെ തള്ളിപ്പറയെന്ന് പറഞ്ഞാൽ മാതൃസ്ഥലത്തിന്റെ മാലിന്യം മറന്ന വർഗവഞ്ചക പരീക്ഷകൾക്ക് മാത്രമേ ഉള്ളൂ. ഉമ്മാന്റെ മൺപാട് നോക്കുപോകുന്നത് ആ കാലയിലെ ഉമ്മാനെ മുന്നിൽ ചോദിച്ചു, നീ എന്തിനാ വന്നത് എന്ന്. എനിക്ക് ജന്മം നൽകിയത് ശിക്ഷയാണല്ലോ. ആ കോലയില്ല. കേരളത്തിലെ മുസ്ലിം ലീഗർക്ക് ചന്ദ്രികയെ മറക്കാൻ കഴിയുമോ? അപ്പോൾ പറയുന്നു, അന്ധമായ ചന്ദ്രിക, അന്ധമായ ലീഗിനോട്, അന്ധമായ പണക്കാരനോട്. ഇപ്പൊ ചില ആളുകൾക്ക് 3 തവണ ആശയം. നീ ഉറപ്പിച്ചത് 3 തവണ അച്ഛനെ വന്നാൽ 4 തവണ BJP കൊടുക്കണം. BJP ഇപ്പൊ തന്നെ അർദ്ധ ഫാഷിസ്റ്റ് ആളുകളുണ്ടായി. 4ാം തവണ പേര് വന്ന് BJP ഒറ്റയ്ക്ക് ഭരിക്കും. ആ അവസ്ഥയിലേക്ക് കേരളത്തിൽ മലയാളികൾ ആകർഷിക്കും. കേരളത്തിൽ BJP പോകുന്ന രാഷ്ട്രീയം പഠിക്കണം. അന്ധമായ രീതികളിലൂടെ മാത്രം കൈകൂടലാക്കി സഞ്ചരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, ശിവനാശുമായി തങ്ങൾ ഒരു കാഴ്ചപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. ശിവനായ തങ്ങളാണല്ലോ ഒരു അവസരം പട്ടിക്കാട് ജാമ്യാതി ചെയ്യുന്നത്. കുട്ടികളെ കുറിച്ചിട്ട് റൂമിലേക്ക് പോകുന്ന സമയത്ത് ഒരു കുട്ടി
കുട്ടിയെ ആരാട്ടകൾ അടുത്ത് പിടിച്ചു. മഹാരാജി അമ്മ എഴുന്നേറ്റ് മോനെ തോർത്തിങ്ങനെ കൈ വെച്ചിട്ടുണ്ട്, സോപ്പ് പട്ടി കയ്യിൽ വന്നു. ആ സോപ്പ് എനിക്ക് തരുമോ? ആ കുട്ടി പറഞ്ഞു, ഉസ്താദ് ഇത് വളരെ ചെറുതായിട്ടുണ്ടോ, ഞാൻ നല്ല പുതിയ സോപ്പ് പോകാം. വേണ്ട പോയി എനിക്ക് ബക്കത്തിന് വേണ്ടിയാണ്, പേര് പോലെ സോപ്പാണ് എനിക്ക് വേണ്ടത്, പുതിയ സോപ്പല്ല, ഇത് മോൻ ഉപയോഗിച്ച സോപ്പാണ് എനിക്ക് വേണ്ടത്, ബക്കത്തിന് വേണ്ടി. ആ കുട്ടി ആരാണ്? കേരളീയ മുസ്ലിങ്ങളുടെ ആത്മീയ ചൈതന്യം പാലക്കാട് സ്ത്രീയിലും പോയത്തങ്ങളുടെ ഉത്തരത്തുകളായ മക്കളിൽപ്പെട്ട പാലക്കാട് സ്ത്രീകൾ ഹൈദരലി ശാപകങ്ങൾ മഹാനങ്ങളാണ്. ആ മഹാനങ്ങളെ സ്വർഗത്തിൽ നിർമ്മിച്ചിട്ട് ബദരീയത്തിൽ നമ്മുടെ ഇടയിൽ അസ്തമിച്ചു പോകുന്ന സമയത്താണ് മദ്രസയിലൂടെ പ്രസ്താവിച്ചു 10,000-കണക്കിന് മഹല്യകളിൽ എല്ലാ മാസവും നിർബന്ധമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് വീട് ആ മഹാനായ ഹൈദരലിശാപത്തെക്കുറിച്ചാണ് അന്ന് തങ്ങൾ സോപ്പിലേക്ക് ചോദിച്ചത്. അത് വാഴക്കട്ട കുടുംബത്തിലുള്ള ഒരു ബഹുമാനമാണ്. 16 വയസ്സ് പ്രായമായ സമയത്താണ് ഷെയ്ഖുന ശംസുദ്ദീന്റെ പിതാവിനോട് ഉസ്താദന്മാരെ ഈ കുട്ടിയെ ഓടാനായിട്ടില്ല, ഓതിക്കൊടുക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ ജീവിച്ചിട്ടില്ല, അതുകൊണ്ട് മദ്രസയായി പോകും. 16 വയസ്സുള്ള സമയത്ത് പിതാവ് തർക്കത്തിന് വേണ്ടിയാണ് നേരിലേക്ക് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയപ്പോൾ വലിയ താഴെ തലപ്പാവുടെ ആരോഗ്യങ്ങൾ കുറിച്ച് കുട്ടിയോട് ഈ കുട്ടി വീശ കൊടുക്കാൻ വലിയ കണ്ടപ്പോൾ കുട്ടി എങ്ങനെയാണ് പറഞ്ഞത്? അപ്പൊ കുട്ടി ആരോഗ്യങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് വന്നത്? ഞങ്ങളിവിടെ പഠിക്കാൻ വന്നതാണ്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, പഠിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ പഠിക്കാതെ വന്നതാണ്, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ വന്നതാണ്. ഈ 16 വയസ്സുള്ള കുട്ടി വേദി വെച്ച് പറയാം. അതിന്റെ സമൂഹത്തിൽ 2 വർഷം അവർ പഠിച്ചു, പിന്നെ അവർ പഠിപ്പിച്ചു. ഞാൻ പറയുന്നു, മുൻകാഴ്ചയുള്ള മഹാനാണ് ഷെയ്ഖുന ശംസുദ്ദീൻ. ഒരു അത്ഭുതമാണ്, ഒരു നൂറ്റാണ്ടിന്റെ ഇതിഹാസമാണ്, കാലഘട്ടത്തിന്റെ അത്ഭുത പ്രതിഭാസമാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു നിധിയാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ ഒരു നിധിയാണ് ഷെയ്ഖുന ശംസുദ്ദീൻ. ഒരു കുട്ടിയെ കണ്ടുകൊണ്ടാണ്, നീ ഇവിടെ പഠിക്കട്ടെ, നീ ഇവിടെ നിന്റെ കൊട്ടിയ പൊട്ടൊക്കെ ഒരു സ്ഥലം തോന്നും, നീ ഇവിടെ പഠിക്കണ്ട. മറ്റു സ്ഥലമായിട്ട് പറഞ്ഞു, ഇത് നമ്മൾ പഠിക്കുന്ന കുട്ടിയാണോ, നമ്മൾ പഠിക്കുന്ന കുട്ടി ഇങ്ങനെ പൊട്ടാത്തത്. അപ്പൊ ശിവൻ പഠിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, അവൻ ഇവിടെ വേണ്ട. എന്റെ സഭയിൽ ശിവൻ പറഞ്ഞു, അവന്റെ അവന്റെ കൽവിൽ കുഫിയത്തുണ്ട്, അവന്റെ ഈമാനിന് തകരാറുണ്ട് എന്ന് ഞാൻ കാണും. കൽവിലുണ്ട്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുക നിങ്ങളെ കൽപ്പകമെന്നോ വായിക്കുന്നില്ലേ? ആ കുട്ടിയാണ് പിന്നെ ഫാദർ അരബിയായി വന്നത്. മതം മാറി ഫാദർ അരബിയായി വന്നു. ശേഖരൻ നേരത്തെ വന്നു, ഈ കുട്ടിയുടെ കൽവിൽ കുഫിയത്തുണ്ട്. അതാണ് ശേഖര ശംസുദ്ദീൻ. ആ ശേഖര പറയുന്നു, കമ്മ്യൂണിസ്റ്റുമായി ബന്ധപ്പെടാൻ പാടില്ല. എത്ര സംഭവങ്ങൾ ഇസ്ലാമിൽ പച്ചയായി തള്ളിപ്പറയുന്ന സംഭവങ്ങൾ. കാശന്മാരുടെ നീണ്ട നിലയെന്ന് കയറിയില്ല. പുറത്തായി പ്രഭാഷണ അപ്പോൾ പറയുകയാണ്, അങ്ങനെ ഉൾക്കാഴ്ചയുള്ള മഹാരാഷ്ട്രമായി തങ്ങൾ ഒരു രാഷ്ട്രീയ സമീപനം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. അത് മറ്റമില്ലാതെ കാത്തുസൂക്ഷിക്കാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണ്. മഹത്തുക്കളെ നിരീശ്വരത്വം കടന്നു വരും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നമ്മൾ അവസരം നൽകിയ ഒരുപാട് അനുഭവങ്ങൾ മുമ്പിലുണ്ട്. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നതിന്റെ പ്രിയപ്പെട്ടവരോട് അന്ധമായ
വിരോധം, അന്ധമായ പണക്കാട്ട് വിരോധം, അതൊക്കെ ബി ജെ പിക്ക് വേണ്ടിയുള്ള ഏർപ്പാടാണ്. ബി ജെ പിക്ക് വേണ്ടി അറിയാതെ ഈ പാവങ്ങളെ തൊട്ടുപോകുക. ഇവര് കിഴക്കിന് കവളതാണ് കവളക്കുള്ള വീടുണ്ട്, ലോകവീടുണ്ട്. കവളക്ക് കിഴക്കുണ്ടാകുന്ന അവരുടെ രോഗം തന്നെ കിണറാണ്. ഈ കുട്ടനാട് പല വീടും വെള്ളാപ്പള്ളിയൊക്കെ ഇപ്പോൾ കളിക്കുന്ന കളി അതിനുവേണ്ടിയാണ്. വെള്ളാപ്പള്ളിയൊക്കെ ബി ജെ പിക്ക് വേണ്ടി അവസരം ഉണ്ടാക്കിയാണ്. ബി ജെ പിയുടെ കയ്യിലേക്ക് കേരളത്തിൽ കൊടുക്കുക. ഹൈന്ദവാധിപത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് വെള്ളാപ്പള്ളിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനത്ത് പറഞ്ഞാൽ മനസ്സിലാക്കാം. നമ്മുടെ കൂടുതൽ ഉപേക്ഷമാണെന്നാണ് നേരിട്ട് മനസ്സിലാക്കുന്നത്. അല്പം ബുദ്ധി വേണം, തലച്ചോറ് വേണം. അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, നമ്മൾ അണപ്പല്ലുകൊണ്ട് കണ്ടിച്ചു പിടിക്കേണ്ട കാലഘട്ടമാണ്. പരിശുദ്ധ ജമാഅത്തിന്റെ ആദർശങ്ങളെ മുറുകെപ്പിടിക്കുന്നതോടൊപ്പം പാരമ്പര്യമായി നമുക്ക് ലഭിച്ച ശൈലിയുണ്ട്. ആ പാരമ്പര്യത്തെ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്. അതിൽപ്പെട്ടതാണ് ഹിന്ദുസ്ഥാൻ പറഞ്ഞ അടുപ്പുകഴികൾ. അതിന് മുസ്ലിം ലീഗ് വേണം, പാലക്കാട് സ്ഥാനാർത്ഥികൾ വേണം, സമസ്ത കേരള ജനീയത്തിൽ വേണം. അത് മൂന്നും കൂടിയാലേ കേരളീയ മുസ്ലിംകളുടെ ഐക്യശക്തി പൂർത്തിയാകുന്നു. അതിൽ മുഴുവൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തികളെ തിരിച്ചറിയണം. അവർക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് പറയുകയാണെങ്കിൽ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കണം. പറഞ്ഞാൽ വഴങ്ങാത്തവരാണെങ്കിൽ അവരെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് മാറ്റിക്കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഈ പാരമ്പര്യം, ഈ രാഷ്ട്രീയ ശക്തി, സംസ്ഥയുടെ പണ്ഡിത ശക്തി, പാലക്കാട് സാധാരണീകരുടെ പിന്തുണ, അതെല്ലാം വെച്ചുകൊണ്ട് മുന്നേറ്റമാണ് നമ്മൾ ഇവിടെ സങ്കല്പിക്കേണ്ടത്. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് കാണാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കണ്ണൂർ ജില്ലയിൽ 400ഓളം മഹലുകൾ പാലക്കാട് സ്വാതന്ത്ര്യ പ്രയത്നിയിൽ കഴിഞ്ഞിട്ടുള്ളൂ. വൈദ്യാൻ ബാക്കിയുണ്ട്. ഞാൻ അവിടെ സമൂഹത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെയാണ് അതിന് ഞാൻ നേതൃത്വം വഹിച്ചത്. പാലക്കാട് ഖാദി ഫൗണ്ടേഷന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയായി എന്നെ തന്നെയാണ് തങ്ങൾ നിയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നു, കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ തുടക്കം കുറിച്ച ആ പ്രയത്നം പിന്നീട് വയനാട്ടിലേക്ക് വന്നു, കേരളത്തിന്റെ പല ഭാഗത്തേക്ക് വന്നു. ഇപ്പൊ നമ്മുടെ വടകരയിൽ 70 മഹലുകൾ ഇൻഷാ അല്ലാഹ് ഇന്ന് പ്രയത്നം ചെയ്യുക. ഇനിയും ചില മഹലുകൾ പ്രയത്നം ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ പാരമ്പര്യമായി നമുക്ക് ലഭിച്ച ഈ സന്ദേശം പാലക്കാട് ഒഴിച്ചു നിർത്തിയിട്ടുള്ള ഐക്യ സഭയുടെ എറണാകുളത്ത് വെക്കുന്നുണ്ട്. 2 സിദ്ധികൾ അത് സംസ്ഥക്കാരില്ല. ദക്ഷിണ കേരള ജില്ലയിൽ കണക്കൽ അബ്ദുൽ ഉൾപ്പെടെ പരസ്യമായി പാലക്കാട് നമ്മളില്ലാത്ത ഐക്യമോ അതിനൊരു പ്രസക്തി. അവർക്കപ്പോൾ കോമൺ സെൻസ് ഉണ്ട്, തൊഴിലുണ്ടോ, കടക്കലുണ്ടോ, അവർക്ക് കോമൺ സെൻസ്. ഏറ്റവും ആവശ്യം കോമൺ സെൻസ് ആണ്. അതുണ്ടായാൽ ഈ മാതിരി ഇവർക്ക് ജൽപ്പനകൾ നടത്തുകയില്ല. അതുകൊണ്ട് ഈ മാതിരി ഇവരൊക്കെ ജനിപ്പിക്കുന്നവരുടെ ജൽപ്പനങ്ങളെ ചരിത്രത്തിന്റെ ചമറ്റുപട്ടിയിലേക്ക് വലിച്ചെറിഞ്ഞു അവധിയോട് അവഗണിച്ചു. ഈ പാരമ്പര്യ സന്ദേശവും കാത്തു സൂക്ഷിക്കാൻ എന്റെ പ്രിയപ്പെട്ട വടകരയിലും പരിസരത്തുമുള്ള മഹല്ലി ജമാഅത്തിന്റെ ഭാരവാഹികളെ, ഉപനാട്ടിലെ സഹോദരന്മാരെ ജാഗ്രത പുലർത്തണം. നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് തിരിച്ചറിയണം. പാലക്കാട് കുടുംബത്തിന്റെ കരങ്ങളെ ശക്തിപ്പെടുത്തണം. പരിശുദ്ധ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കണം. സമസ്തയെ ശക്തിപ്പെടുത്തണം, മുസ്ലിം ലീഗിനെ ശക്തിപ്പെടുത്തണം. ആ എല്ലാ ദൗത്യവും ചരിത്രം നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ്, ധർമ്മയുദ്ധത്തിന്റെ ഭാഗമാണ്. അത്
മഹല്ലുകളുടെ ഐക്യം അനിവാര്യമാണ്. മഹല്ലുകളെ ഭിന്നിപ്പിച്ചാൽ പരിസ്ഥിതി ഇസ്ലാമത്തിന് നാശമായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ വിശ്വാസ ആദർശ സംരക്ഷണത്തിന് വേണ്ടി പോരാട്ടത്തിൽ അല്ലാഹുവിനെല്ലാം അർപ്പിച്ചുകൊണ്ട് ജാഗ്രത പുലർത്തുക. നമ്മൾ അല്ലാഹുവിനെ കൂടെ എന്നാൽ അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മൾ അല്ലാഹുവിനെ കൂടെ നിൽക്കുക, അതാണ് നാം ചെയ്യേണ്ടത്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ശബ്ദം ഉയർത്തുക, അതിനുവേണ്ടി പടപെടുത്തുക.